മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ റയർ ഫാക്റ്റുകൾ അടക്കം വളരെ വിശദമായി ആഴത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1857 മുതൽ ലോർഡ് റിപ്പൺ വരെയുള്ള ചരിത്രം നമ്മൾ ഈ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. വൈസ്രോയി ആയിരുന്ന ലോർഡ് റിപ്പന്റെ സമയത്ത് തന്നെയാണ് ഈ ഹണ്ടർ കമ്മീഷൻ സ്ഥാപിക്കപ്പെടുന്നത്. റിപ്പണെ പറ്റി കൂടുതൽ അറിയാനായി ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇന്ത്യൻ ചരിത്രത്തിൽ 2 ഹണ്ടർ കമ്മീഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എങ്ങനെ അത് കമ്പയർ ചെയ്യണം, എങ്ങനെ മാറിപ്പോകാതിരിക്കണം, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. ഈ ക്ലാസിന്റെ PDF നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം ഹണ്ടർ കമ്മീഷൻ ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടൊരു ഹണ്ടർ കമ്മീഷൻ ഉണ്ട് അല്ലെ. എവിടൊക്കെയായി ഹണ്ടർ കമ്മീഷൻ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത്? എവിടൊക്കെയാ ഇന്ത്യൻ ചരിത്രത്തിൽ എവിടെയൊക്കെയാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നത്? ഹണ്ടർ, വേട്ടക്കാരൻ, ആ പേര് തന്നെ കുറച്ച് നൊട്ടോറിയസാ. 2 ഹണ്ടർ കമ്മീഷൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒന്ന് എഡ്യൂക്കേഷനകത്ത് ഒരു ഹണ്ടർ കമ്മീഷൻ ഉണ്ട്, വേറൊരു ഹണ്ടർ കമ്മീഷൻ ഉണ്ടല്ലോ, അതെവിടാ? മറ്റൊരു ഹണ്ടർ കമ്മീഷൻ ഉണ്ടല്ലോ, യെസ്, ജാലിയൻ വാലാബാഗ്. എക്സാക്ട്ലി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതിയെ പറ്റി അന്വേഷിക്കുന്നത് മറ്റൊരു ഹണ്ടർ കമ്മീഷനാണ്. ഇത് രണ്ട് കമ്മീഷൻസ് ആണ്. നമുക്ക് രണ്ടിനെ പറ്റിയും പഠിക്കാം. തൽക്കാലം ആദ്യത്തെ ഹണ്ടർ കമ്മീഷൻ എഡ്യൂക്കേഷനെ പറ്റിയുള്ളത് പഠിക്കാം. സോ ഫസ്റ്റ് ഹണ്ടർ കമ്മീഷൻ ഏതിനെ പറ്റിയാന്ന് വെച്ചാൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഹണ്ടർ കമ്മീഷൻ 1882 ആണ് അല്ലെ. അപ്പൊ ഏത് വൈസ്രോയുടെ സമയത്തായിരിക്കും ഈ ഹണ്ടർ കമ്മീഷൻ വന്നിട്ടുണ്ടാവുക? റിപ്പന്റെ സമയത്താണ് ഹണ്ടർ കമ്മീഷൻ വന്നിട്ടുള്ളതെന്നുള്ളവരെ ആലോചിക്കാം. ഫൈൻ. അപ്പൊ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വന്നൊരു കമ്മീഷനാണ്. നമുക്കറിയാം മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? യെസ്, വുഡ്സ് ഡിസ്പാച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അപ്പൊ വുഡ്സ് ഡിസ്പാച്ചിനെ എന്തുകൊണ്ടാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്? കാര്യം വുഡ്സ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള കമ്മീഷൻ മെമ്പേഴ്സും ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഹണ്ടർ കമ്മീഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റിൽ പ്രൈമറി സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയും. വുഡ്സ് ഡിസ്പാച്ചിലും പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വുഡ്സും പറയുന്ന കാര്യമാണ്. അടിത്തറ സെറ്റ് ആണെങ്കിലേ മേലോട്ട് ബിൽഡിംഗ് പണിയാൻ പറ്റത്തുള്ളൂ. പ്രാഥമിക വിദ്യാഭ്യാസം സെറ്റ് ആണെങ്കിൽ മാത്രമേ ഹയർ എഡ്യൂക്കേഷന് റിലവൻസ് പോലും ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്, പിന്നോക്ക ജില്ലകളിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഹണ്ടർ കമ്മീഷൻ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പോയിന്റ് കണ്ടോ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻകൾക്കേറ്റഡ് ഇൻ വെർണക്കുലർ ലാംഗ്വേജ്. നാട്ടുഭാഷയിൽ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ, മാതൃഭാഷയിൽ വേണം പ്രാഥമിക വിദ്യാഭ്യാസം കുറിക്കാൻ. ഹരിശ്രീ എഴുതിയാണ് മലയാളികൾ അക്ഷരം പഠിക്കുന്നത്. ABCD അല്ല പഠിച്ചിട്ടുള്ളത്, ആ ഈ ഉ ആണ് മലയാളികൾ ആദ്യം പഠിക്കുന്നത് അല്ലെ. അപ്പം ഇതൊക്കെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാനുള്ള റീസൺ എന്താ? ഇതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു സജഷൻ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്നുള്ള സജഷൻ ആദ്യമായിട്ട് പറഞ്ഞതാരാ? വുഡ്സ് ഡിസ്പാച്ചിന് സെയിം പോയിന്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടതാ. വുഡ്സ് പറഞ്ഞ അതേ കാര്യമല്ല ഇവിടെ പിന്നെ എടുത്ത് പറയുന്നത്. ഇതുകൊണ്ടാണ് വുഡ്സ് ഡിസ്പാച്ച് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ കമ്മീഷൻസിനെ ഒറ്റയ്ക്ക് പഠിക്കരുത്, എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ കണക്ഷൻ വെച്ച് പഠിക്കാം. പഠിക്കാൻ മടിയന്മാരായ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാര് തരുന്നൊരു വാഗ്ദാനമാണ്. എഴുത്തും വായനയും അറിയാവുന്ന കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് ജോബ്സിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് ലോവർ ലെവൽ ഗവൺമെന്റ് ജോബ്സ് ഉണ്ടല്ലോ, ആ ലോവർ ലെവൽ ഗവൺമെന്റ് ജോബ്സിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അതായത് അക്ഷരാഭ്യാസമുള്ള കാൻഡിഡേറ്റ്സിന് ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാവരും അക്ഷരം പഠിക്കാൻ പോകും. എന്താ, അവർക്ക് ജോലി കിട്ടുമല്ലോ, ജോലി കിട്ടിയ കാശ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്കും ബ്രിട്ടീഷുകാരോട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട്, നമ്മൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നതാണ് അല്ലെ. പ്രൈവറ്റ് പാർട്ടീസ് പ്രൈവറ്റ് സ്കൂളുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇന്നും ഇന്ത്യയിൽ പ്രൈവറ്റ് പാർട്ടീസ് പ്രൈവറ്റ് സ്കൂളുകൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താ? ഗവൺമെന്റിന്റെ പൈസ ഇല്ല. ഗവൺമെന്റിന് എല്ലാ മുക്കിലും മൂലയിലും സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പൈസ ഗവൺമെന്റിന്റെ ഇല്ല. അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ടീസ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ചിലപ്പം ഗവൺമെന്റ് അതിന് സപ്പോർട്ട് കൊടുക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കില്ല. എയ്ഡഡ് സ്കൂൾ, അൺഎയ്ഡഡ് സ്കൂളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു സിസ്റ്റത്തിന് അടിത്തറ ഇട്ടത് ഹണ്ടർ കമ്മീഷനാണ്.
അതായത് സെക്കൻഡറി സ്കൂൾസ്, ഇന്നത്തെ +1 +2 സെക്കൻഡറി സ്കൂൾസ് പ്രൈവറ്റ് പാർട്ടീസിനും എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഗവൺമെന്റ് അവർക്ക് ചില കണ്ടീഷൻസിൽ ഫണ്ടിങ് പൈസ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ സ്കൂളുകൾ നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരെന്താ? ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന പ്രൈവറ്റ് സ്കൂളുകൾ ഇന്ന് വിളിക്കുന്ന പേരെന്താ? എയ്ഡഡ് സ്കൂൾസ്. ഈ എയ്ഡഡ് സ്കൂൾസ് എവിടുന്നാ വന്നതെന്നുണ്ടോ? അതൊക്കെ ഹണ്ടർ കമ്മീഷൻ കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ ഇതൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ലിറ്റററി എഡ്യൂക്കേഷനും വൊക്കേഷണൽ എഡ്യൂക്കേഷനും. ലിറ്റററി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സയൻസ് എടുത്ത് പോകുന്നവര്, ബയോമാത്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അങ്ങനെ എടുത്ത് പോകുന്നവർ ലിറ്റററി എഡ്യൂക്കേഷൻ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മീൻസ് അവർ തൊഴിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. റിയൽ ലൈഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് നിങ്ങളെ ഒരു തൊഴിലെടുക്കാനുള്ള കപ്പാസിറ്റി ആൾക്കാരെ കഴിക്കും. എന്റെ ഒരു സുഹൃത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് പഠിക്കും. അവിടെ ക്ലാസ് ഇൻട്രാമ്യൂറൽ എക്സ്ട്രാമ്യൂറൽ കരിക്കുലം. ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും പുറത്തു പോകാൻ കാര്യങ്ങൾ പഠിക്കുക. അതാണ് അവിടുത്തെ സിസ്റ്റം. മൊത്തം അടിച്ചുപൊളിയും കാര്യങ്ങളാണ്. നമ്മുടെ ലിറ്റററി എഡ്യൂക്കേഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലോ. പക്ഷെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലൈഫ് കുറെ കൂടെ അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ എല്ലാ ബാച്ചിനും ചോദിക്കും ഒരു സെക്ഷൻ വരുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. യെസ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അഭിജിത്ത്, വെരി ഗുഡ്. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. നെയ് തലിബിന് ഒരു ഓഫ് ഷൂട്ടാണ്. പിന്നീട് ഗാന്ധിജി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ പഠിപ്പിക്കുന്ന ആയിരിക്കും അദ്ദേഹം പറയുന്നുണ്ട്. നെയ് തലീമിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ ഒരു സിസ്റ്റം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ രണ്ടായിട്ട് തരംതിരിക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഹണ്ടർ കമ്മീഷനാണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഹണ്ടിങ് എന്ന് വെച്ചാൽ എന്താ? വേട്ടയാടലല്ലേ? ഈ വേട്ടയാടൽ ഇത് ഒരു തൊഴിലല്ലേ? ഹണ്ടിങ് ഒരു തൊഴിലല്ലേ? അപ്പൊ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ഹണ്ടർ കമ്മീഷൻ ആണെന്നുള്ള കാര്യം ഇനി മറന്നു പോകും. ഞാൻ ഇത്ര എലാബറേറ്റ് ചെയ്ത് പറയുന്നതിന്റെ റീസൺ നിങ്ങളെ മനസ്സിലിരിക്കണം. നമുക്ക് ഫാക്ട്സ് മാത്രം പറഞ്ഞു പോവാം, കുറെ സമയം ലാഭിക്കാം. പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ ഓർമ്മയിൽ നിൽക്കണമെന്നാണ് നമ്മൾ കണക്ഷൻ ഫാക്ട്സ് പറയുമ്പോഴാണ് അതിന്റെ ഗുണം വരിക. ഓക്കെ, സോ ഈ ക്ലാസ് വെച്ച് തന്നെ പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം. റിവിഷൻ നടത്തണം വേണ്ടെന്നല്ല, ക്ലാസ് വെച്ച് നിങ്ങൾക്ക് മാക്സിമം പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം. ഹണ്ടർ കമ്മീഷൻ, പ്രൈവറ്റ് പാർട്ടീസ് ഒക്കെ ഇതാണെന്നുള്ള കാര്യം ആലോചിക്കാം. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഒരു പ്രൈവറ്റ് വ്യക്തി അയാൾ പ്രൈവറ്റ് ആയിട്ട്, പ്രൈവസി മീൻസ് സ്വകാര്യതയുള്ള ഒരു സാധനമാണല്ലോ. നമ്മള് ഹണ്ടിങ് എന്ന് നിരോധിക്കുന്ന സാധനമാണ്. ഇറ്റ്സ് ഇല്ലീഗൽ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അത് ഇല്ലീഗൽ ആണ്. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരാള് ഹണ്ട് ചെയ്യാൻ പോയി എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഹണ്ടിങ് അയാളുടെ വൊക്കേഷൻ ആണ് എന്ന് കൂടെ അസോസിയേറ്റ് ചെയ്തെങ്കിൽ ഇത്രയും പോയിന്റ്സ് നമ്മുടെ ഇരിക്കും. ഒരാള് രഹസ്യമായിട്ട്, സ്വകാര്യമായിട്ട്, പ്രൈവറ്റ് ആയിട്ട് അയാളുടെ വൊക്കേഷനായ ഹണ്ടിങ് നടത്താൻ പോയി എന്ന് ഓർത്തിരുന്നത് ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പെഷ്യൽ കെയർ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾ ചിൽഡ്രൻ. എന്തത്? ഇത് ആദ്യമേ പറഞ്ഞതാരാ? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ആദ്യമേ പറഞ്ഞതാരാ? വുഡ്സ് ഡിസ്പാച്ച്. ആയിരുന്നു എക്സാക്ട്ലി. രാധാകൃഷ്ണൻ കമ്മീഷന്റെ മുമ്പേ വുഡ്സ് ഡിസ്പാച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ സെയിം പോയിന്റ്. ഇപ്പൊ എന്തുകൊണ്ടാണ് വുഡ്സ് ഡിസ്പാച്ചിനെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്ന കാര്യം മനസ്സിലായോ? ഇത് KS പെർസ്പെക്ടീവ് ഇമ്പോർട്ടന്റ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ചോദിക്കും. Why Woods Dispatch is known as the Magna Carta of Indian education? Because all the commissions, education commissions, came after Woods Dispatch. Stressed the major points established by Woods Dispatch. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിത്തറ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ അടിത്തറ എന്ന് വെച്ചാൽ വുഡ്സ് ഡിസ്പാച്ച് ആണ്. താങ്ക്സ് ടു ഡൽഹൌസി. അങ്ങനെ എത്ര ഉടായ്പ എന്ന് പറഞ്ഞാലും വുഡ്സ് ഡിസ്പാച്ച് വന്നതുകൊണ്ട് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇന്ത്യൻസിന്റെ, നമ്മൾ നല്ലതും ചീത്തമാണല്ലോ, ഇന്ത്യൻസിന്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനോ വിദ്യാഭ്യാസത്തിനോ അർഹതയില്ല. അവർ വീട്ടിനകത്ത് കുത്തിയിരുന്ന് പഠിച്ചു. അവരുടെ ഒരേ ഒരു എന്താ പറയുക പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോക്രിയേഷൻ, കുട്ടികൾക്ക് ജന്മം നൽകുക, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുക. ഈ ഒരു സെൻസിബിലിറ്റിയിലാണ് അന്നത്തെ ഇന്ത്യ പൊക്കോണ്ടിരുന്നത്. എല്ലാ റിലീജിയനും ഈ കാര്യത്തിൽ കണക്കായിരുന്നു. ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, പാസി റിലീജിയൻ. പാസി റിലീജിയൻ പിന്നെ കുറെ മാറി. പക്ഷെ ഈ ഒരു സെൻസിബിലിറ്റിയിലെ മാറ്റം വരുത്തിയത് ബ്രിട്ടീഷുകാരാണ്. അവർ എന്തൊക്കെ തെറ്റ് എന്ന് പറഞ്ഞാലും വിമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ഡയമെൻഷനിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് വുഡ്സ് ഡിസ്പാച്ചും ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഹണ്ടർ കമ്മീഷൻ സെറ്റ് ആണല്ലോ. നമുക്കിനി ലോർഡ് ഡഫ്രിൻ മുതൽ സ്വദേശി മൂവ്മെന്റ് വരെയുള്ള ഒരു പീരീഡ് കാണാം.